നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ അല്ലെങ്കിൽ നമ്മുടെ PC-കളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയറാണ് മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അപ്പോൾ വിൻഡോസ് 11 വരികയാണ്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിൻഡോസ് 10 ആണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയത്. ജൂൺ 24-ാം തീയതി മുതൽ, അതായത് ജൂൺ 24, 2021 മുതൽ പുതിയൊരു വേർഷൻ വരുമെന്നാണ് പറയപ്പെടുന്നത്. ആ പുതിയൊരു വേർഷൻ വരുമ്പോൾ അത് ഫ്രീ ആയിരിക്കുമോ, നമുക്ക് ഫ്രീ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുവാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ വിൻഡോസിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റ് സ്ഥാപിതമാകുന്നത് 1975-ലാണ്. ബിൽഗേറ്റ്സിൻ്റെ ഒരു സഹപാഠിയും കൂടെ ചേർന്നിട്ടാണ് ഇത് സ്ഥാപിക്കുന്നത്. 1985-ലാണ് ആദ്യമായിട്ട് വിൻഡോസിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത്. MS-DOS ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു അത്. ഇനി അത് കഴിഞ്ഞിട്ട് 1990-ലാണ് നമ്മൾ ഇന്ന് കാണുന്ന വേർഡും എക്സലും അതിൻ്റെ ആദ്യ പതിപ്പായ ഓഫീസ് സ്യൂട്ട് വരുന്നത്. ഇനി 1995-ൽ ആദ്യമായിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് മൈക്രോസോഫ്റ്റ് വന്നു. അതാണ് വിൻഡോസ് 95 എന്ന് പറയുന്നത്. ഇനി 2000 ആയപ്പോൾ ബിൽഗേറ്റ്സ് CEO സ്ഥാനമൊക്കെ ഒഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുതിയൊരാൾ വന്നു. അപ്പോൾ 2000-ൽ വിൻഡോസ് XP വരുന്നു. അതിനു മുന്നേ ഈ വിൻഡോസ് 95 വന്നപ്പോൾ തന്നെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോററും MSN-ഉം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മൈക്രോസോഫ്റ്റ് എന്ത് ചെയ്തു, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത് വിൻഡോസ് XP വന്നപ്പോൾ ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിൻ്റെ ആ ഒരു ഖ്യാതി കുറച്ചുകൂടെ ഒന്ന് കൂടി. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് XP എന്ന് പറയുന്നത്. ഇന്നും പല സെക്യൂരിറ്റി സോഫ്റ്റ്വെയറും വർക്ക് ചെയ്യുന്നത് വിൻഡോസ് XP-ലാണ്. നമ്മൾ ചില ATM-കളിൽ പോയി കഴിഞ്ഞാൽ വിൻഡോസ് XP-യുടെ ആ ഒരു ഹോം സ്ക്രീന് ഇന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2007 ആയപ്പോൾ അത്ര ഖ്യാതിയൊന്നും പുലർത്താത്ത വേറൊരു OS ലോഞ്ച് ചെയ്തു, വിൻഡോസ് വിസ്റ്റ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വിൻഡോസ് XP-യിൽ വർക്ക് ചെയ്തിരുന്ന എല്ലാ സോഫ്റ്റ്വെയർസും ഈ വിൻഡോസ് വിസ്റ്റയിൽ ഇൻസ്റ്റാൾ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനോ പറ്റില്ലായിരുന്നു. അതായിരുന്നു അതിൻ്റെ ഒരു പോരായ്മയ്ക്കുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ. അടുത്ത 2011 ആയപ്പോൾ വിൻഡോസ് 8 വന്നു. 2013 ആയപ്പോൾ വിൻഡോസ് 8.1 വന്നു. വിൻഡോസ് 9 ആപ്പിളിൻ്റെ iPhone 9 ഇല്ലാത്തതുപോലെ വിൻഡോസ് 9ഉം ഇല്ലാതെ പോയി. അത് കഴിഞ്ഞിട്ട് 2015-ലാണ് വിൻഡോസ് 10 വരുന്നത്. വിൻഡോസ് 10 വന്നപ്പോൾ ആ വിൻഡോസ് 10 ലോഞ്ച് ചെയ്ത സത്യനാഥല്ലേ, നമ്മുടെ ഇന്ത്യക്കാരനാണ്, അദ്ദേഹം പറഞ്ഞത് ഈ വിൻഡോസ് 10 ആയിരിക്കും അവരുടെ അവസാനത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അവർ ഇതിന് പുതിയ അപ്ഡേറ്റ്സ് കൊണ്ടുവരും, അല്ലാതെ ഇനി ഒരു പുതിയൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവില്ല എന്നാണ് 2015-ൽ പറഞ്ഞത്. 6 വർഷങ്ങൾക്കിപ്പുറം 2021-ൽ വിൻഡോസ് 11 വരികയാണ്. അതിൻ്റെ റൂമേഴ്സ് എല്ലാം ഒരു 2-3 മാസം കൊണ്ട് നമ്മുടെ ടെക് സ്പേസിൽ നടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഈ വിൻഡോസ് 11-ൻ്റെ ഒരു ഡെവലപ്പർ OS അല്ലെങ്കിൽ ഡെവലപ്പർ വേർഷൻ ലീക്കായി. ആ ലീക്കായ ആ ഫയൽ ഉപയോഗിച്ചുകൊണ്ട് പല ടെക്കികളും വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ജൂൺ 24, 2021-നാണ് ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ കുറച്ച് മാറ്റങ്ങൾ നോക്കാം. നമുക്ക് ആദ്യം ഇൻസ്റ്റലേഷൻ തൊട്ട് അങ്ങ് പോവാം. ആ ഇൻസ്റ്റലേഷൻ ടൈമിൽ വരുന്ന ആ ഒരു ബ്ലൂ സ്ക്രീനൊക്കെ ഉണ്ട്. വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ 8.1, 8 ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആൾക്കാർക്കറിയാം അതിലൊരു ബ്ലൂ സ്ക്രീനൊക്കെ വന്നിട്ടാണ് ഇരിക്കുന്നത്. അതൊക്കെ പോയി അല്ലെങ്കിൽ കാണാൻ ഒരു ഭംഗിയുള്ള ഒരു സ്ക്രീനാണ് ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇൻസ്റ്റാളായി കഴിഞ്ഞിട്ട് കോർട്ടാനയുടെ സംഭവം ഉണ്ടല്ലോ, കോർട്ടാനയുടെ സൗണ്ട് കേൾക്കുന്നത്, അതൊന്നുമില്ല. അതൊക്കെ എടുത്ത് മാറ്റി, സന്തോഷം. നമ്മുടെ ഡെസ്ക്ടോപ്പിലോട്ട് വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാർട്ട് അല്ലെങ്കിൽ ടാസ്ക് ബാറിലാണ്. സ്റ്റാർട്ടും മറ്റ് ടാസ്ക് മെനൂസും എല്ലാം വന്നിരിക്കുന്നത് ഇപ്പോൾ സെൻറ്റർ ബേസ്ഡ് ആണ്. അത് നമുക്ക് സെറ്റിങ്സിൽ കയറി നമുക്ക് പഴയതുപോലെ ആക്കാം. എന്നിരുന്നാലും ഡിഫോൾട്ടായിട്ട് വരുന്നത് സെൻറ്റേർഡ് ആയിട്ടാണ്. സ്റ്റാർട്ട് മെനു ഇപ്പോൾ വളരെ സിമ്പിളാക്കിയിട്ടുണ്ട്. നേരത്തെ പോലെ ലൈവ് ടൈൽസ് ഒന്നുമില്ല. അത്യാവശ്യമുള്ള ആപ്സ് ആദ്യം മുകളിൽ കാണിക്കും. അടുത്ത് മൾട്ടി ടാസ്കിങ് വിൻഡോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എടുത്ത് കളഞ്ഞു. വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള പുതിയ വാൾപേപ്പേഴ്സാണ് മൈക്രോസോഫ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. കുറച്ചധികം വാൾപേപ്പേഴ്സ് തന്നെ ഡിഫോൾട്ടായിട്ട് മൈക്രോസോഫ്റ്റ് നൽകുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വ്യത്യാസം എന്ന് വെച്ചാൽ എഡ്ജസ് എല്ലാം റൗണ്ടഡ് ഷേപ്പിലാണ് മിക്കവാറും എല്ലാ ആപ്ലിക്കേഷൻ്റെയും അല്ലെങ്കിൽ എല്ലാ സംഭവങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പിന്നെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുമ്പോൾ നേരത്തെ പ്രത്യേകിച്ച് കളേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഫോൾഡേഴ്സ് ഇങ്ങനെ കാണിക്കുമല്ലോ.
അതിലൊക്കെ കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാർട്ടിൽ അല്ലെങ്കിൽ ടാസ്ക് ബാറിൽ ഒരു വിഡ്ജറ്റ് ഉണ്ടായിരുന്നു. വിൻഡോസ് 10ൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലാണ് വന്നിട്ടുള്ളത്. അതിപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ യൂസ് ചെയ്യാൻ കണക്കിന് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും വന്ന ചേഞ്ചസ് എന്ന് വെച്ചാൽ വിൻഡോസ് 10ൽ നിന്ന് വിൻഡോസ് 11ലോട്ട് വന്ന വിൻഡോസ് 10ൽ നിന്ന് വിൻഡോസ് 11ലോട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അപ്ഗ്രേഡേഷൻ എന്ന് പറയുന്നത് ഫ്രീ ആയിരിക്കുമോ ഇല്ലേ എന്നുള്ളതാണ്. നമ്മൾ വിൻഡോസ് 10 ലോഞ്ച് ചെയ്തപ്പോൾ ഏത് വിൻഡോസ് OS ആയാലും അതിൽ നിന്നുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു വിൻഡോസ് 10ലോട്ടുള്ള ഒരു അപ്ഗ്രേഡ് മൈക്രോസോഫ്റ്റ് 1-2 വർഷത്തേക്ക് നീട്ടി നൽകിയിരുന്നു, അല്ലെങ്കിൽ 3-4 വർഷത്തേക്ക് നീട്ടി നൽകിയിരുന്നു. വിൻഡോസ് 11ലോട്ട് വരുമ്പോൾ ചെയ്യുമോ ഇല്ലേ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് വെച്ചാൽ. വിൻഡോസ് 11ലോട്ട് ഒരു ഫ്രീ അപ്ഗ്രേഡ് ഒറിജിനൽ കീ ഉള്ളവർക്ക് ലഭിക്കുമെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. കാര്യം എന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ പഴയ OSൽ ഒരു 75%-ലധികം ആൾക്കാർ നിൽക്കുന്നത് ആ ഒരു കമ്പനിക്ക് നഷ്ടമാണ്. കാര്യം എന്ന് വെച്ചാൽ 2 OS അവരെന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ വിൻഡോസ് 10 വന്നപ്പോൾ വിൻഡോസ് 7ൻ്റെയും വിൻഡോസ് 8ൻ്റെ 8.1ൻ്റെയും അതോടൊപ്പം XPയുടെയും സർവീസ് അവർ നിർത്തി. നിങ്ങൾ അതൊക്കെ വാർത്തയിൽ കണ്ടിട്ടുണ്ടാകും. അതുപോലെ വരുന്ന കാലയളവിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ വിൻഡോസ് 10ൻ്റെ സർവീസ് എന്ത് ചെയ്യും, അവർ നിർത്തും. അപ്പോൾ ഒറിജിനൽ കീ ഉള്ളവർക്ക് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൽ നിന്ന് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള വിൻഡോസ് 10 ഉള്ളവർക്ക് ഡയറക്റ്റായിട്ട് വിൻഡോസ് 11ലോട്ട് ഒരു അപ്ഗ്രേഡ് കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ എന്ന് വെച്ചാൽ. കാര്യം അല്ല എന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റിന് അത്രയധികം സർവീസ് കോസ്റ്റും അതോടൊപ്പം മെയിൻ്റനൻസിനും ഒരുപാട് കോസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ വിൻഡോസ് 11ലോട്ട് ഒരു ഫ്രീ അപ്ഗ്രേഡ് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുകയാണ്, അതോടൊപ്പം ഉപകാരപ്രദമായെന്നും വിചാരിക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഞങ്ങളെ സഹായിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.